കാട്ടാക്കടയിൽ 15 വയസ്സുകാരൻ ആദിശേഖരനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ വിധി പ്രസ്താവന അടുത്ത മാസം 6-ന്. തിരുവനന്തപുരം വഞ്ചിയൂർ 6ാം അഡീഷണൽ സെഷൻസ് കോടതി വിധി പറയും. പൂവച്ചൽ സ്വദേശി പ്രിയരഞ്ജനാണ് കേസിലെ പ്രതി. കാറിടിച്ച് കൊലപ്പെടുത്തിയത് അബദ്ധത്തിൽ സംഭവിച്ചതല്ല എന്നും CCTV ദൃശ്യങ്ങൾ ദൈവത്തിന്റെ മൂന്നാം കണ്ണായി മാറിയെന്നും ആദിശേഖരന്റെ പിതാവ് പ്രതികരിച്ചു. ചെറിയ കുട്ടിയെ മനുഷ്യത്വരഹിതമായിട്ടാണ് കൊലപ്പെടുത്തിയത്. പരമാവധി ശിക്ഷ കിട്ടണമെന്ന് തന്നെയാണ് ആഗ്രഹം. ലൈഫ് അല്ലെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കിട്ടണമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു വാദം ഇത് അബദ്ധത്തിൽ സംഭവിച്ചതെന്നാണ്. പക്ഷേ അത് അബദ്ധമായിരുന്നല്ലേ, ബോധപൂർവമായിരുന്നു? എന്തായിരുന്നു? ഒരിക്കലുമില്ല. അതിന് ഈ സംഭവം നടക്കുന്നതിന് 3 മാസം മുമ്പ് കുട്ടിയെ ഇയാൾ ഭീഷണിപ്പെടുത്തുകയും ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് കുട്ടികൾ കളിക്കുന്ന ഭാഗത്ത് മൂത്രമൊഴിച്ചതിൻ്റെ പേരിൽ കുട്ടി ഇത് ക്ഷേത്രമല്ലേ, ഞങ്ങൾ കളിക്കുന്ന സ്ഥലമല്ലേ എന്ന് ചോദിച്ച ഒരൊറ്റ കാരണം കൊണ്ട് അതിനുശേഷം കുട്ടിയുടെ കൈപിടിച്ച് തിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടിയോട് പൂർവ്വവൈരാഗ്യം ഉണ്ടായിരുന്നു. ആ പൂർവ്വവൈരാഗ്യത്തിൻ്റെ പുറത്താണ് കുട്ടി കാത്തിരുന്ന് അരമണിക്കൂറോളം കുട്ടികൾ കളി കഴിഞ്ഞ് തീരുന്നത് വരെ ക്ഷേത്ര മതിലിന് സ്റ്റേജിന് പുറകെ വാഹനം പാർക്ക് ചെയ്ത് അരമണിക്കൂർ കാത്തിരുന്ന് കുട്ടികൾ വന്ന സമയത്ത് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. അതായത് അബദ്ധത്തിൽ പറ്റിപ്പോയതാണെന്ന് വാദം അബദ്ധത്തിൽ പറ്റിപ്പോയ ഒരിക്കലും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. കാര്യം അരമണിക്കൂർ കാത്തു കിടന്നു, എന്നിട്ട് ഒരു രക്ഷാപ്രവർത്തനം എന്ന രീതിയിൽ അയാൾ ഒന്നും ചെയ്തില്ല.